ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം പരിചയമുള്ളൊരു നഗരമാണ്. എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മുമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ്, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ഞാൻ നേരുന്നു. ഏറ്റവും മനോഹരമായിട്ട് ഈ വേദിയിലേക്ക് എന്നെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്ത പൊന്നമ്മ ചേച്ചിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. പറഞ്ഞതുപോലെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തപ്പെടുന്ന ഇത്തരം മെഗാ വിപണന മേളകൾ ഈ ഉദ്യമത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കുറി ചെങ്ങന്നൂർ പോലൊരു പട്ടണത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ വഹിച്ച താല്പര്യവും പങ്കും എനിക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് സജീവ ശ്രദ്ധ കിട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്നേഹ നിർബന്ധമില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാനിവിടെ ഇന്ന് ഈ ചടങ്ങിന് എത്തിച്ചേരില്ലായിരുന്നു. ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം പരിചയമുള്ളൊരു നഗരമാണ്. എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മുമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം. ഞാൻ ഒരുപാട് തവണ ചെങ്ങന്നൂർ നഗരത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ സ്കൂള് കോളേജ് സമയത്ത് ഞാൻ ഇവിടുത്തെ സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ഉള്ള സ്ഥലമാണ്. പക്ഷേ നമ്മുടെ പ്രൊഫഷനുമായിട്ട് അഭിനയവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഈ നഗരത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല. അതിന് അവസരം ഉണ്ടാക്കി തന്ന ശ്രീ സജി ചെറിയാൻ സാറിന് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്.